ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA ഹിസ്റ്ററിയുടെ 4th സെമസ്റ്ററിൻ്റെ ഒരു പേപ്പറാണ് ഇന്ത്യൻ ഹിസ്റ്ററി. അതിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളാണ് നമ്മൾ നോക്കുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഫ്യൂഡലിസം ഡിബേറ്റ് ആണ്. The feudalism debate has been a critical area of discussion in Indian history. The concept of feudalism is a borrowing from European historiography combined with the notion of social formation. It is the seminal empirical writings of Henry Pirenne and Mark Bloch which have perhaps served as models for those who began seriously working out empirical validation of feudalism as a social formation in Indian history. ഫ്യൂഡലിസത്തെക്കുറിച്ചുള്ള സംവാദം ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു നിർണായകമായിട്ടുള്ള ചർച്ചാ മേഖലയാണ്. ഫ്യൂഡലിസം എന്ന ആശയം യൂറോപ്യൻ ചരിത്രരചനയിൽ നിന്ന് കടമെടുത്തതാണ്. സാമൂഹിക രൂപീകരണം എന്ന സങ്കല്പവുമായി സംയോജിപ്പിച്ച് ഒരു നിർണായകമായിട്ടുള്ള ചർച്ചാ മേഖലയാണ്. ഫ്യൂഡലിസം എന്ന ആശയം യൂറോപ്യൻ ചരിത്രരചനയിൽ നിന്ന് കടമെടുത്തതാണ്. സാമൂഹിക രൂപീകരണം എന്ന സങ്കല്പവുമായി സംയോജിപ്പിച്ച് ഹെൻറി പിരേനയുടെയും മാർക്ക് ബ്ലോക്കിൻ്റെയും സെമിനാർ അനുഭവ രചനകൾ ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു സാമൂഹിക രൂപീകരണം എന്ന നിലയിൽ ഫ്യൂഡലിസത്തിൻ്റെ അനുഭവപരമായിട്ടുള്ള സാധൂകരണം അതിനെ ഗൗരവതരമായി നടപ്പിലാക്കാൻ ഇതൊരു മാതൃകയായി മാറി. The feudalism debate has been a critical area of discussion on Indian history. ഇന്ത്യ ചരിത്രത്തിലെ നിർണായകമായിട്ടുള്ള ഒരു ചർച്ചാ മേഖലയാണ് ഫ്യൂഡലിസത്തെക്കുറിച്ചുള്ള സംവാദം. The concept of feudalism is a borrowing from European historiography. അതായത് ഫ്യൂഡലിസം എന്ന ആശയം യൂറോപ്യൻ ചരിത്രത്തിൽ നിന്ന് നമ്മൾ കടമെടുത്തതാണ്. ഫ്യൂഡലിസം എന്ന ആശയം യൂറോപ്യൻ ചരിത്രരചനയിൽ നിന്ന് നമ്മൾ കടമെടുത്തതാണ്. Combined with the notion of social formation, it is the seminal empirical writings of Henry Pirenne and Mark Bloch, which have perhaps served as models of those who began seriously working out empirical validation of feudalism as a social formation in Indian history. സാമൂഹിക രൂപീകരണം എന്ന സങ്കല്പവുമായി സംയോജിപ്പിച്ചുകൊണ്ട് ഹെൻറി പിരേനയുടെയും മാർക്ക് ബ്ലോക്കിൻ്റെയും സെമിനൽ അനുഭവങ്ങൾ ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു സാമൂഹിക രൂപീകരണം എന്ന നിലയിൽ ഫ്യൂഡലിസത്തിൻ്റെ അനുഭവപരമായിട്ടുള്ള സാധൂകരണം അതിനെ ഗൗരവപരമായി നടപ്പിലാക്കാൻ തുടങ്ങിയവർക്ക് മാതൃകയായി മാറുകയാണ് ഉണ്ടായത്. The first assimilation of feudalism in the Indian context occurred at the hands of Colonel James Todd, the celebrated compiler of the Annals of Rajasthan's history in the early part of 19th century. ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഫ്യൂഡലിസത്തിൻ്റെ ആദ്യത്തെ അസിമിലേഷൻ നടന്നത് രാജസ്ഥാൻ്റെ ചരിത്രത്തിൻ്റെ വാർഷിക കമ്പൈലറായിട്ടുള്ള കേണൽ ജെയിംസ് ടോഡിൻ്റെ കൈകളിൽ നിന്നാണ്. അപ്പോൾ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഫ്യൂഡലിസത്തിൻ്റെ ആദ്യത്തെ സ്വാംശീകരണം സംഭവിച്ചത് രാജസ്ഥാൻ്റെ ചരിത്രത്തിൻ്റെ അനൽസിൻ്റെ കമ്പൈലറായിട്ടുള്ള കേണൽ ജെയിംസ് ടോക്കിൻ്റെ കൈകളിൽ നിന്നാണ്. 19ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലത്താണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. ഫോർ ടോഡ്, as for most European historians of his time in Europe, Lord-vassal relationship constituted the core of feudalism. ടോഡിനെ സംബന്ധിച്ചിടത്തോളം യൂറോപ്പിലെ അദ്ദേഹത്തിൻ്റെ കാലത്തെ മിക്ക യൂറോപ്യൻ ചരിത്രകാരന്മാരെയും സംബന്ധിച്ചിടത്തോളം പ്രഭു വാസൽ ബന്ധമാണ് ഫ്യൂഡലിസത്തിൻ്റെ കാതൽ എന്നതാണ്. അപ്പോൾ ടോഡിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ യൂറോപ്പിലെ അദ്ദേഹത്തിൻ്റെ കാലത്തെ മിക്ക യൂറോപ്യൻ ചരിത്രകാരന്മാരെയും സംബന്ധിച്ചിടത്തോളം പ്രഭു വാസൽ ബന്ധമാണ് ഫ്യൂഡലിസത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത്. The lord in medieval Europe looked after the security and subsistence of his vassals, and they in turn rendered military and other services to the lord. മധ്യകാല യൂറോപ്പിലെ പ്രഭു തൻ്റെ സാമന്തന്മാരുടെ സുരക്ഷയും ഉപജീവനവും നോക്കുകയും അവർ സൈന്യവും മറ്റ് സേവനങ്ങളും പ്രഭുവിന് നൽകുകയും ചെയ്തു. A sense of loyalty also tied the vassal to the lord in perpetuity. വിശ്വസ്തയുടെ ഒരു ബോധമായിരുന്നു അവർക്കിടയിലുള്ള ബന്ധത്തിൻ്റെ ഒരു കാതൽ എന്ന് പറഞ്ഞാൽ.
For him, the pattern was replicated in Rajasthan. D.D. Kosambi gave feudalism a significant place in the context of socio-economic history. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ മാതൃക രാജസ്ഥാനിൽ ആവർത്തിക്കപ്പെട്ടു. D.D. Kosambi സാമൂഹിക സാമ്പത്തിക ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഫ്യൂഡലിസത്തിന് ഒരു പ്രധാനപ്പെട്ട സ്ഥാനം നൽകുന്നുണ്ട്. He conceptualized the growth of feudalism in Indian history as a two-way process, from above and from below, in his landmark book, An Introduction to the Study of Indian History, first published in 1956. ഇന്ത്യൻ ചരിത്രത്തിലെ ഫ്യൂഡലിസത്തിൻ്റെ വളർച്ചയെ രണ്ട് വഴികളിലൂടെയുള്ള ഒരു പ്രക്രിയയായിട്ട് അദ്ദേഹം സങ്കല്പിച്ചു. 1956 ആദ്യമായി പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ ചരിത്ര പഠനത്തിന് ഒരു ആമുഖം എന്ന തൻ്റെ നാഴികക്കല്ലായ പുസ്തകത്തിൽ അദ്ദേഹം ഇത്തരത്തിലുള്ളൊരു വർഗീകരണം, അതായത് രണ്ട് തരത്തിലുള്ള ഫ്യൂഡലിസത്തിൻ്റെ വളർച്ചയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് പറയുന്നുണ്ട്. From above, the feudal structure was created by the state granting land and rights to officials and Brahmins. From below, many individuals and small groups rose from the village levels of power to become landlords and vassals of the kings. ഉദ്യോഗസ്ഥർക്കും ബ്രാഹ്മണർക്കും ഭൂമിയും അവകാശവും നൽകൽ, താഴെ നിന്ന് നിരവധി വ്യക്തികളും ചെറുസംഘങ്ങളും അധികാരത്തിൻ്റെ ഗ്രാമതലങ്ങളിൽ നിന്ന് രാജാക്കന്മാരും ഭൂവുടമകളും സാമന്തന്മാരുമായി ഉയർന്നു വന്നത്. The hierarchical structure of society as opined by R.S. Sharma was the political fallout of the deep-seated social crisis, better known as Kali Yuga crisis in and around 4th century CE. സമൂഹത്തിൻ്റെ ശ്രേണീപരമായ ഘടന ആർ എസ് ശർമ്മയുടെ അഭിപ്രായത്തിൽ 4ാം നൂറ്റാണ്ടിലെ കലിയുഗ പ്രതിസന്ധി എന്നറിയപ്പെടുന്ന ആഴത്തിലുള്ള സാമൂഹിക പ്രതിസന്ധിയുടെ രാഷ്ട്രീയ പതനമായിരുന്നു എന്നുള്ളതാണ്. This crisis is reflected in the ability of rulers to exercise their coercive authority and to collect resources by revenue measures. ഭരണകർത്താക്കളുടെ നിർബന്ധിത അധികാരം പ്രയോഗിക്കാനും റവന്യൂ നടപടികളിലൂടെ വിഭവങ്ങൾ ശേഖരിക്കാനുമുള്ള കഴിവിലാണ് ഈ പ്രതിസന്ധി പ്രതിഫലിക്കുന്നത്. The political authority therefore took resource to the issuance of land grants to religious donors, largely Brahmanas, who were not only endowed with landed wealth but also with the administrative and judicial rights. അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം ബ്രാഹ്മണർക്കും ഭൂസ്വത്ത് മാത്രമല്ല ഭരണപരവും നീതിന്യായപരമായ അവകാശങ്ങളും ഉള്ളതുകൊണ്ട് രാഷ്ട്രീയ അധികാരികൾ ഭൂമി ഗ്രാൻറ്റുകൾ നൽകിയത് ഇവർക്കായിരുന്നു. The donors therefore emerged as landed intermediaries between the ruler and the actual peasantry. അങ്ങനെ വളർന്നു വന്നവർ ഭരണാധികാരികൾക്കും യഥാർത്ഥ കർഷകർക്കും ഇടയിലുള്ള ഭൂവുടമകളായിട്ട് അവർ ഉയർന്നു വന്നു. The landed intermediaries thus grew as local power base. ഇങ്ങനെയുള്ള ഇടനിലക്കാർ പ്രാദേശിക ശക്തി കേന്ദ്രമായിട്ട് അവർ വളർന്നു വരികയാണ് ചെയ്തത്. Subsequent to religious donors, secular donors emerged as death of metallic currency, according to Sharma, forced the ruler to assign lands to state officials in lieu of cash. മതപരമായ പ്രവർത്തനങ്ങൾക്ക് ശേഷം മതേതര പ്രവർത്തനങ്ങളിൽ കൂടി ഉയർന്നു വന്നു. മെറ്റാലിക് കറൻസിയുടെ ദൗർബല്യം കൊണ്ട് ശർമ്മയുടെ അഭിപ്രായത്തിൽ പണത്തിന് പകരം സംസ്ഥാന ഉദ്യോഗസ്ഥർക്ക് ഭൂമി നൽകുന്നതിന് ഭരണാധികാരിയെ അവർ നിർബന്ധിച്ചു. He visualized the decline of India's long-distance trade with various parts of the world after the fall of Guptas. Urbanization also suffered in
also suffered in consequence, resulting in the economy's ruralization. ഗുപ്തന്മാരുടെ പതനത്തിന് ശേഷം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുമായുള്ള ഇന്ത്യയുടെ ദീർഘദൂര വ്യാപാരത്തിനുണ്ടായിട്ടുള്ള ഇടിവിനെ അദ്ദേഹം ദൃശ്യവൽക്കരിക്കുന്നുണ്ട്. Along with land, the state also gave away more and more rights over the cultivating peasants to this new class of intermediaries. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഗ്രാമീണവൽക്കരണത്തിലേക്ക് ഇത് വഴിതെളിച്ചു. Along with land, the state also gave away more and more rights over the cultivating peasants to this new class of intermediaries. ഭൂമിക്കൊപ്പം കൃഷി ചെയ്യുന്ന കർഷകരുടെ മേലുള്ള കൂടുതൽ അവകാശങ്ങളും ഈ പുതിയ തരം ഇടനിലക്കാർക്ക് ഭരണകൂടം ഇല്ലാതാക്കി. The increasing subjection of the peasants to the intermediaries reduced them to level of serfs, their counterparts in medieval Europe. ഇടനിലക്കാർക്കുള്ള കർഷകരുടെ വർദ്ധിച്ചു വരുന്ന വിധേയത്വം അവരെ മധ്യകാല യൂറോപ്പിൽ അവരുടെ എതിരാളികളായ സെർഫുകളുടെ തലത്തിലേക്ക് അവരെ താഴ്ത്തുകയാണ് ചെയ്തത്. This process lasted until about the 11th century, when the revival of trade reopened the process of urbanization. ഈ പ്രക്രിയ 11ാം നൂറ്റാണ്ടിൽ വ്യാപാരത്തിൻ്റെ പുനരുജ്ജീവനം നഗരവൽക്കരണ പ്രക്രിയ പുനരാരംഭിക്കുന്നത് വരെ നീണ്ടുനിന്നു. The decline of feudalism is suggested in this revival, although R.S. Sharma does not go into this aspect in as much detail. ഈ നവോത്ഥാനത്തിൽ ഫ്യൂഡലിസത്തിൻ്റെ പതനം നിർദ്ദേശിക്കപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും R.S. ശർമ്മ ഈ വശത്തേക്ക് കൂടുതൽ വിശദമായിട്ട് പോകുന്നില്ല. ഫ്യൂഡലിസത്തിൻ്റെ പതനത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും അതിനെ അദ്ദേഹം അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. The one element that was missing in this picture was the Indian counterpart of the Arab invasion of Europe. However, Professor B.N.S. Yadava, another eminent proponent of Indian feudalism thesis, drew attention to the Hun invasions of India, which almost coincided with the beginning of the rise of feudalism here. ഇതിൽ നമ്മൾ കാണാതെ പോയിട്ടുള്ള ഒരു ഘടകം യൂറോപ്പിലെ അറബ് അധിനിവേശത്തിൻ്റെ ഇന്ത്യൻ പ്രതിരൂപമായിരുന്നു ഇത്. എന്നിരുന്നാലും ഫ്യൂഡലിസത്തിൻ്റെ പ്രബന്ധത്തിൻ്റെ മറ്റൊരു പ്രമുഖ വക്താവായിട്ടുള്ള പ്രൊഫസർ B.N.S. യാദവ ഇന്ത്യയിലെ ഹൂൺ അധിനിവേശത്തിലാണ് അദ്ദേഹം പ്രാധാന്യം കൊടുക്കുന്നത്. ഫ്യൂഡലിസത്തിൻ്റെ വളർച്ചയ്ക്ക് ഹൂണന്മാരുടെ അധിനിവേശത്തിന് പങ്കുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. The oppressive feudal system in Europe had resulted in massive rebellions of peasantry in Europe. In India, R.S. Sharma suggested that the Kaivartya rebellion in Bengal was an evidence of peasant protest. യൂറോപ്പിലെ അടിച്ചമർത്തൽ ഫ്യൂഡൽ സമ്പ്രദായം യൂറോപ്പിലെ കർഷകരുടെ വൻ കലാപങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ബംഗാളിലെ കൈവത്യ കലാപം കർഷക പ്രതിഷേധത്തിൻ്റെ തെളിവാണെന്ന് R.S. ശർമ്മ പറയുന്നുണ്ട്. B.N.S. യാദവ ആൻഡ് D.N. Jha stood firmly by the feudalism thesis. B.N. യാദവയും D.N.S. ഝായും ഫ്യൂഡലിസത്തിൻ്റെ പ്രബന്ധത്തിൽ തന്നെ ഫ്യൂഡലിസത്തിൻ്റെ പ്രബന്ധത്തിൽ പറയുന്ന കാര്യത്തിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുന്നുണ്ട്. അതായത് ഹൂണ ഇൻവേഷനാണ് ഫ്യൂഡലിസത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമെന്ന് അവർ വാദിക്കുന്നു. The feudal formulation was based on the basis of land grants alone and any such formulation is open questions. ഫ്യൂഡൽ രൂപീകരണം ഭൂമിയുടെ ഗ്രാൻറ്റുകളെ മാത്രം അടിസ്ഥാനമാക്കിയുള്ളതാണ്. അത്തരത്തിലുള്ള ഏത് രൂപീകരണവും ചോദ്യം ചെയ്യാവുന്നതാണ്. Thus, it has been effectively questioned whether the transfer of revenue to the donee would add the amount of corrosion of the ruler's prerogatives. അങ്ങനെ വരുമാനം ചെയ്തയാൾക്ക് കൈമാറുന്നത് ഭരണാധികാരികളുടെ സാമ്പത്തിക വിശേഷ അധികാരങ്ങളുടെ നാശത്തിന് കാരണമാകുമോ എന്നത് ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ D.C. സർക്കാർ criticized the Marxist historians of their inability to distinguish landlordism and tenancy in India from feudalism. ഇന്ത്യയിലെ ഭൂപ്രഭുത്വത്തെയും കുടികിടപ്പിനെയും ഫ്യൂഡലിസത്തിൽ നിന്ന് വേർതിരിച്ചറിയാൻ
മാർക്സിസ്റ്റ് ചരിത്രകാരന്മാരുടെ കഴിവില്ലായ്മയെ DC സർക്കാർ വിമർശിക്കുന്നുണ്ട്. ഹാബൻസ് മുഖിയ, a committed practitioner of Marxist history, writing in an address entitled Was There Feudalism in Indian History? Questioned the Indian feudalism thesis at the theoretical plane and then at the empirical level by comparing the medieval Indian scenario with the medieval Europe. ഇപ്പം ഇന്ത്യൻ ചരിത്രത്തിൽ ഫ്യൂഡലിസം ഉണ്ടായിരുന്നോ എന്ന ശീർഷകത്തിൽ മാർക്സിസ്റ്റ് ചരിത്രത്തിൻ്റെ പ്രതിബദ്ധതയുള്ള പ്രയോക്താവായ ഹാബൻസ് മുഖിയ ഒരു പ്രസംഗത്തിൽ എഴുതുന്നുണ്ട്. മധ്യകാല ഇന്ത്യൻ സാഹചര്യത്തെ മധ്യകാല യൂറോപ്പുമായി താരതമ്യപ്പെടുത്തി സൈദ്ധാന്തിക തലത്തിലും തുടർന്ന് അനുഭവപരമായ തലത്തിലും ഇന്ത്യൻ ഫ്യൂഡലിസം തീസിസിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. The empirical basis of the questioning of Indian feudalism in a comparison between the histories of medieval Western Europe and medieval India pursued at 3 levels: the ecological conditions, the technology available, and the social organization of forms of labor used agriculture in the 2 regions. മധ്യകാല പശ്ചിമ യൂറോപ്പിൻ്റെയും മധ്യകാല ഇന്ത്യയുടെയും ചരിത്രങ്ങൾ തമ്മിലുള്ള താരതമ്യത്തിൽ ഇന്ത്യൻ ഫ്യൂഡലിസത്തെ ചോദ്യം ചെയ്യുന്നതിൻ്റെ അനുഭവപരമായ അടിസ്ഥാനം 3 തലങ്ങളിൽ പിന്തുടരുന്നുണ്ട്. പാരിസ്ഥിതിക സാഹചര്യങ്ങൾ, ലഭ്യമായ സാങ്കേതികവിദ്യ, കാർഷിക മേഖലയിലെ തൊഴിലുപയോഗത്തിൻ്റെ രൂപങ്ങളുടെ സാമൂഹിക ഘടന, ഇതൊക്കെയാണ് ആ 3 കാര്യങ്ങൾ. With this intervention, the debate was no longer confined to feudalism, trade dichotomy. ഈ ഇടപെടലോടെ സംവാദമില്ല കൂടുതൽ കാലം ഫ്യൂഡലിസം എന്നുള്ളത് ഒരു വ്യാപാര ദ്വന്ദ്വത്തിൽ ഒതുങ്ങിപ്പോവുകയാണ് ചെയ്തത്. While the debate critically examined the theoretical proposition of universality of the concept of feudalism or otherwise, with each historian taking his own independent position on the question of Indian historical evidence, R.S. Sharma, who was chiefly under attack, recognized some of his earlier positions and greatly refined his thesis of Indian feudalism, even as he defended it vigorously and elegantly in a paper, How Feudal Was Indian Feudalism. ഫ്യൂഡലിസം എന്ന ആശയത്തിൻ്റെ സാർവത്രികതയുടെ സൈദ്ധാന്തിക നിർദ്ദേശത്തെ സംവാദം വിമർശനാത്മകമായി പരിശോധിച്ച സമയത്ത് ഓരോ ചരിത്രകാരനും ഇന്ത്യൻ ചരിത്രപരമായ തെളിവുകളുടെ ചോദ്യത്തിൽ സ്വന്തം സ്വതന്ത്ര നിലപാട് സ്വീകരിക്കുമ്പോൾ ആക്രമണത്തിന് വിധേയനായ R.S. ശർമ്മ തൻ്റെ മുൻ നിലപാടിൽ നിന്ന് ചിലത് പുനഃപരിശോധിച്ചു. ഇന്ത്യൻ ഫ്യൂഡലിസം എത്രത്തോളം ഫ്യൂഡലായിരുന്നു എന്ന പ്രബന്ധത്തിൽ അതിനെ ശക്തമായും ഭംഗിയായും പ്രതിരോധിക്കുമ്പോഴും ഇന്ത്യൻ ഫ്യൂഡലിസത്തെക്കുറിച്ചുള്ള തൻ്റെ തീസിസ് അദ്ദേഹം പരിഷ്കരിച്ചു. He had been criticized for looking at the rise of feudalism in India entirely as a consequence of state action in transferring land to the intermediaries. ഇന്ത്യയിലെ ഫ്യൂഡലിസത്തിൻ്റെ ഉയർച്ചയെ പൂർണ്ണമായും ഇടനിലക്കാർക്ക് ഭൂമി കൈമാറുന്നതിലെ ഭരണകൂട നടപടിയുടെ അനന്തരഫലമായിട്ട് അദ്ദേഹം വിമർശിച്ചു. ഇന്ത്യയിലെ ഫ്യൂഡലിസത്തിൻ്റെ ഉയർച്ചയെ പൂർണ്ണമായും ഇടനിലക്കാർക്ക് ഭൂമി കൈമാറുന്നതിലെ ഭരണകൂട നടപടികളുടെ അനന്തരഫലമായിട്ട് അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. He modified it and expanded its scope to look at feudalism as an economic formation which evolved out of economic and social crisis in society, signifying in the minds of the people the beginning of the Kali Yuga rather than entirely as consequence of state action. വികസിച്ച ഒരു സാമ്പത്തിക രൂപീകരണം എന്ന നിലയിൽ അദ്ദേഹം അതിനെ പരിഷ്കരിക്കുകയും ഫ്യൂഡലിസത്തിലേക്ക് അതിൻ്റെ വ്യാപ്തി വികസിപ്പിക്കുകയും ചെയ്തു. സമൂഹത്തിലെ സാമ്പത്തികവും സാമൂഹികവുമായ പ്രതിസന്ധികൾ ജനങ്ങളുടെ മനസ്സിൽ കലിയുഗത്തിൻ്റെ തുടക്കത്തെ സൂചിപ്പിക്കുന്നുണ്ട്. This enriched his argument considerably. ഇത് അദ്ദേഹത്തിൻ്റെ വാദത്തെ സമ്പന്നമാക്കി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ അംഗീകാരം പിടിച്ചുപറ്റാൻ കാരണമായി. R.S. Sharma has lately tuned his attention to the ideological and cultural aspects of the feudal society and included some new themes such as
The Feudal Mind, where he explores such problems as a reflection of feudal hierarchies in the art and architecture, the idea of gratitude and loyalty as ideological props of the feudal society, etc. D.N. Dha, in an edited volume, The Feudal Order, has included papers exploring the cultural and ideological dimensions of what he calls the feudal order, itself a comprehensive term. ഫ്യൂഡൽ സമൂഹത്തിൻ്റെ പ്രത്യയശാസ്ത്രപരവും സാംസ്കാരികപരവുമായിട്ടുള്ള വശങ്ങളിലേക്ക് R.S. ശർമ്മ ഈയിടെ ശ്രദ്ധ തിരിച്ചു. കലയിലും വാസ്തുവിദ്യയിലും ഫ്യൂഡൽ അധികാര ശ്രേണിയുടെ പ്രതിഫലനം, ഫ്യൂഡൽ സമൂഹത്തിൻ്റെ പ്രത്യയശാസ്ത്രപരമായ പ്രോപ്പുകളായി വിശ്വസ്തയുടെ ആശയങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങൾ അദ്ദേഹം പര്യവേഷണം ചെയ്യുന്ന ദ ഫ്യൂഡൽ മൈൻഡ് പോലെയുള്ള ചില പുതിയ തീമുകൾ അദ്ദേഹം അതിലേക്ക് ഉൾപ്പെടുത്തുകയും ചെയ്തു. തൻ്റെ ഫ്യൂഡൽ ഓർഡർ എന്ന വാല്യത്തിൽ D.N. ദ അതിനെ എഡിറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഫ്യൂഡൽ ക്രമം എന്ന് അദ്ദേഹം വിളിക്കുന്നതിന് സാംസ്കാരികവും പ്രത്യയശാസ്ത്രപരവുമായ മാനങ്ങൾ പര്യവേഷണം ചെയ്യുന്ന പേപ്പറുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ D.N. ദ. One of the major dimensions of so explored is as religion, especially popular religion of Bhakti, both in North and South India, and the growth of India's regional cultures and languages. പര്യവേഷണം ചെയ്യപ്പെടുന്ന പ്രധാന മാനങ്ങളിലൊന്ന് മതം, പ്രത്യേകിച്ച് ജനകീയ മതം അല്ലെങ്കിൽ ഭക്തി. വടക്കേ ഇന്ത്യയിലും ദക്ഷിണേന്ത്യയിലും ഇന്ത്യയുടെ പ്രാദേശിക സംസ്കാരങ്ങളുടെയും ഭാഷകളുടെയും വളർച്ച, ബ്രാഹ്മണ യാഥാസ്ഥികത്തിൻ്റെ ആധിപത്യത്തിനെതിരായ ജനകീയ പ്രതിഷേധമായി ഭൂരിഭാഗം പണ്ഡിതന്മാരും അതിനെ കണ്ടിട്ടുണ്ടെങ്കിലും ഫ്യൂഡലിസത്തിൻ്റെ വക്താക്കൾ ഇതിനെ ബ്രാഹ്മണ ആധിപത്യത്തിൻ്റെ നിതംബമായിട്ടാണ് കാണുന്നത്. Even as most scholars has been the rise of Bhakti cults as a popular protest against the domination of Brahmanical orthodoxy. ഭൂരിഭാഗം ചരിത്രകാരന്മാരും ബ്രാഹ്മണിക്കൽ ഓർത്തഡോക്സിക്കെതിരായുള്ള ശക്തമായിട്ട് പ്രതിഷേധമായിട്ടാണ് ഭക്തി ട്രഡീഷനെ കാണുന്നത്. ദ പ്രൊപ്പോണൻസ് ഓഫ് ഫ്യൂഡലിസം, എന്നാൽ ഫ്യൂഡലിസത്തിൻ്റെ വക്താക്കൾ ദീസ് ദ ബട്രസ് ഓഫ് ബ്രാഹ്മണിക്കൽ ഡോമിനേഷൻ ബൈ വെർച്യൂ ഓഫ് ദ ഐഡിയോളജി ഓഫ് ടു സറണ്ടർ സബ്ജക്ഷൻ ആൻഡ് ലോയൽറ്റി ടു ദ ഡയറ്റി. എന്നാൽ ഫ്യൂഡലിസത്തിൻ്റെ വക്താക്കൾ പറയുന്നത് ഇതിനെ ബ്രാഹ്മണ ആധിപത്യത്തിൻ്റെ നിതംബങ്ങളായിട്ടാണ് കാണുന്നത്. അതായത് സമ്പൂർണ്ണമായിട്ടുള്ള കീഴടങ്ങൽ, ഒരു ദൈവത്തോടുള്ള വിധേയത്വം, വിശ്വസ്ത എന്നിവയുടെ പ്രത്യയശാസ്ത്രം. ഈ കീഴടങ്ങലും വിശ്വസ്തയും ഫ്യൂഡൽ പ്രഭുവിനും യജമാനും എളുപ്പത്തിൽ അവരെ കൈവശം പെടുത്താൻ കഴിയുമെന്നുള്ളതാണ് അവരുടെ ഒരു ഫ്യൂഡലിസത്തിൻ്റെ വക്താക്കളുടെ അഭിപ്രായം. This surrender and loyalty could easily to be transferred to the feudal lord and master. അങ്ങനെ പെട്ടെന്ന് തന്നെ ഫ്യൂഡലിസത്തിലേക്ക് ഈ ഒരു ലോയൽറ്റി, ഈ ഒരു വിധേയത്വം എത്തിക്കുമെന്നുള്ളതാണ് അവരുടെ അഭിപ്രായം. Several historians criticized the notion of declines of trade and urban centers. D.N. Dha has criticized R.S. Sharma for relying too heavily on the absence of long-distance external trade as a cause of the rise of feudalism in India. ഇപ്പോൾ വ്യാപാരത്തിൻ്റെയും നഗരകേന്ദ്രങ്ങളുടെയും തകർച്ചയെക്കുറിച്ചുള്ള ആശയത്തിൽ നിരവധി ചരിത്രകാരന്മാർ വിമർശിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഫ്യൂഡലിസത്തിൻ്റെ ഉയർച്ചയ്ക്ക് കാരണം ദീർഘദൂര വ്യാപാരത്തിൻ്റെ അഭാവമാണെന്ന് R.S. ശർമ്മ പറയുന്നുണ്ട്. ഇതിനെ ധ വിമർശിക്കുന്നുണ്ട്. B.D. Chattopadhyaya has shown that there is enough evidence to show urban development in early medieval India to have happened at least a century earlier. Ranbir Chakravarti has brought forward ample evidence of flourishing trade, different categories of merchants and market centers in the concerned period. നഗരവികസനം കാണിക്കാനും മധ്യകാലഘട്ടത്തിൻ്റെ തുടക്കത്തിൽ ജീർണതയുണ്ടാകാതിരിക്കാനും മതിയായ തെളിവുകളുണ്ടെന്ന് B.D. ചട്ടോപാധ്യായ തെളിയിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഒരു നൂറ്റാണ്ട് മുമ്പെങ്കിലും ഈ ഒരു രീതി സംഭവിച്ചിരിക്കണമെന്ന് ആര് പറയുന്നുണ്ട്? നമ്മുടെ രണബീർ പറയുന്നുണ്ട്. അതായത് ഫ്യൂഡലിസം തഴച്ചു വളരുന്നതിൻ്റെ ധാരാളം തെളിവുകളായി അദ്ദേഹം മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്. ദ മോണിറ്ററി അനാമിയ തീസിസ് ഫണ്ടമെൻ്റൽ ടു ദ formulation of Indian feudalism has also been put under severe strain by recent
റിസർച്ചേഴ്സ് ഓഫ് ബി ഡി ചട്ടോപാധ്യായ ആൻഡ് ബി എൻ മുഖർജി. രണബീർ ചക്രവർത്തി ഫ്യൂഡലിസം ഇന്ത്യയിൽ തഴച്ചു വളരുന്നതിൻ്റെ ധാരാളം തെളിവുകൾ കൊണ്ടുവരുന്നുണ്ട്. അതായത് വിവിധ വിഭാഗങ്ങളിലെ വ്യാപാരികൾ, വിപണി കേന്ദ്രങ്ങൾ, ബന്ധപ്പെട്ട കാലയളവ്, ഇതൊക്കെ അദ്ദേഹം കൊണ്ടുവരുന്ന തെളിവുകളാണ്. The monetary anemia thesis fundamental to the formulation of Indian feudalism has also been put under strain by recent researches of B.D. Chattopadhyaya and B.N. Mukherjee and John S. Dale, who seriously undermined the assumption of scarcity of money. ഇന്ത്യൻ ഫ്യൂഡലിസത്തിൻ്റെ രൂപീകരണത്തിന് അടിസ്ഥാനമായ മോണിറ്ററി അനീമിയ തീസിസ് ബി എൻ മുഖർജിയുടെയും സമീപകാല ഗവേഷണങ്ങളും കടുത്ത സമ്മർദ്ദത്തിനും വിധേയമായിട്ടുണ്ട്. ആസ് ജോൺ എസ് ഡെയൽ, ഹു സീരിയസ്ലി അണ്ടർമൈൻ ദ അസംപ്ഷൻ ഓഫ് സ്കേഴ്സിറ്റി ഓഫ് മണി. പണത്തിൻ്റെ ദൗർലഭ്യമെന്ന അനുമാനത്തെ അട്ടിമറിച്ച വ്യക്തിയായിരുന്നു ജോണസ് ദെയൽ. അതായത് ഫ്യൂഡലിസത്തെക്കുറിച്ച് പണത്തിൻ്റെ ദൗർലഭ്യം എന്ന ഒരു അനുമാനമുണ്ടായിരുന്നു, അതിനെ അട്ടിമറിച്ച വ്യക്തിയായിരുന്നു ജോണസ് ദെയൽ. അപ്പോൾ ഇത്രയാണ് ഫ്യൂഡലിസത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഫ്യൂഡലിസം ഡിബേറ്റിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടി നോക്കാം. ഫ്യൂഡലിസം സംവാദം എന്നുള്ളത് ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു നിർണായകമായിട്ടുള്ള ചർച്ചാ മേഖലയാണ് അല്ലേ. അപ്പോൾ ഫ്യൂഡലിസം എന്ന ആശയം യൂറോപ്യൻ ചരിത്രരചനയിൽ നിന്ന് കടമെടുത്ത ഒരാശയമാണ്. സാമൂഹിക രൂപീകരണം എന്ന സങ്കല്പവുമായി യോജിച്ചുകൊണ്ട് ഹെൻറി പിരേനയുടെയും മാർക്ക് ബ്ലോക്കിൻ്റെയും സെമിനാർ അനുഭവ രചനകൾ ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു സാമൂഹിക രൂപീകരണം എന്ന നിലയിൽ ഫ്യൂഡലിസത്തിൻ്റെ അനുഭവപരമായ സാധൂകരണം ഗൗരവമായിട്ട് നടപ്പിലാക്കാൻ തുടങ്ങിയവർക്ക് ഒരു മാതൃകയായി മാറുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഫ്യൂഡലിസത്തിൻ്റെ ആദ്യ സ്വാംശീകരണം സംഭവിച്ചത് രാജസ്ഥാനിൻ്റെ ചരിത്രത്തിൻ്റെ കമ്പൈലർ ഓഫ് അനൽസ് ആയിട്ടുള്ള കേണൽ ജെയിംസ് ടോഡിൻ്റെ കൈകളിൽ നിന്നാണ് അല്ലേ. 19ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലത്താണ് ഇത് സംഭവിച്ചത്. ടോഡിനെ സംബന്ധിച്ചിടത്തോളം യൂറോപ്പിലെ അദ്ദേഹത്തിൻ്റെ കാലത്തെ മിക്ക യൂറോപ്യൻ ചരിത്രകാരന്മാരെയും സംബന്ധിച്ചിടത്തോളം പ്രഭു വാസൽ ബന്ധമാണ് ഫ്യൂഡലിസത്തിൻ്റെ കാതൽ എന്നുള്ളത്. അപ്പോൾ മധ്യകാല യൂറോപ്പിലെ പ്രഭു തൻ്റെ സാമന്തന്മാരുടെ സുരക്ഷയും ഉപജീവനവും നോക്കണം, പകരമായിട്ട് അവർക്ക് ഇവർ എന്ത് ചെയ്യണം, സൈനിക സേവനം ഉറപ്പുവരുത്തണം. വിശ്വസ്തയുടെ ഒരു ഘടകം അവർക്കിടയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാതൃക രാജസ്ഥാനിൽ ആവർത്തിക്കപ്പെട്ടു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അപ്പോൾ ഡി കൊസാംബി സാമൂഹിക സാമ്പത്തിക ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഫ്യൂഡലിസത്തിന് ഒരു പ്രധാന സ്ഥാനം നൽകുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ ചരിത്രത്തിലെ ഫ്യൂഡലിസത്തിൻ്റെ വളർച്ച 2 വഴികളിലൂടെയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് മുകളിൽ നിന്നും അതുപോലെ താഴെ നിന്നും മുകളിലേക്കും ഇങ്ങനെയുള്ളതാണ്. അപ്പോൾ 1956 ആദ്യമായി പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ ചരിത്ര പഠനത്തിന് ഒരു ആമുഖം എന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം ഇതിനെക്കുറിച്ച് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ മുകളിൽ നിന്ന് ഫ്യൂഡൽ എന്ന ഘടന സൃഷ്ടിച്ചത് ആരാണ്? ഭരണകൂടമാണ്. ഉദ്യോഗസ്ഥർക്കും ബ്രാഹ്മണർക്കും ഭൂമിയുടെ അവകാശം നൽകിക്കൊണ്ടാണ് അങ്ങനെ ഒരു ഘടന വന്നിട്ടുള്ളത്. താഴെ നിന്ന് നിരവധി വ്യക്തികളും ചെറു സംഘങ്ങളും വളർന്നു വരികയും അവർ പിന്നീട് സാമന്തന്മാരായിട്ട് ഉയർന്നു വരികയും ചെയ്തു. ഇതാണ് താഴെ നിന്നുള്ള വളർച്ച എന്നുള്ളത്. സമൂഹത്തിൻ്റെ ശ്രേണീബദ്ധമായ ഘടന എന്നുള്ള രീതിയിൽ R.S. ശർമ്മ പറയുന്നുണ്ട്. അപ്പോൾ 4ാം നൂറ്റാണ്ടിൽ കലിയുഗ പ്രതിസന്ധി എന്നറിയപ്പെടുന്ന ആഴത്തിലുള്ള സാമൂഹിക പ്രതിസന്ധിയുടെ രാഷ്ട്രീയ പതനമായിരുന്നു എന്ന് ആര് പറയുന്നു? R.S. ശർമ്മ പറയുന്നു. അപ്പോൾ ഭരണകർത്താക്കളുടെ നിർബന്ധിത അധികാരം പ്രയോഗിക്കാനും റവന്യൂ നടപടികളിലൂടെ വിഭവങ്ങൾ ശേഖരിക്കാനുമുള്ള കഴിവിലാണ് ഈ ഒരു പ്രതിസന്ധി പ്രതിഫലിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം ബ്രാഹ്മണർക്കും ഭൂസ്വത്ത് മാത്രമല്ല ഭരണപരവും നീതിന്യായപരവുമായ അവകാശങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ രാഷ്ട്രീയ അധികാരികൾ എന്ത് ചെയ്തു? ഭൂമി ഗ്രാൻറ്റുകൾ നൽകാൻ തുടങ്ങി. അങ്ങനെ ചെയ്തവർ ഭരണാധികാരികൾക്കും യഥാർത്ഥ കർഷകർക്കും ഇടയിൽ പിന്നീട് അവർ ഇടനിലക്കാരായിട്ട് വളർന്നു വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഇടനിലക്കാരെ അങ്ങനെ തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി? ഈ ഇടനിലക്കാർ പ്രാദേശിക ശക്തിയായിട്ട് വളർന്നു. മതപരമായ പ്രവർത്തനങ്ങൾക്ക് ശേഷം മതേതര പ്രവർത്തനങ്ങളിലേക്ക് അവർ വ്യാപിക്കാൻ തുടങ്ങി. അങ്ങനെ മെറ്റാലിക് കറൻസിയുടെ ഒരു ദൗർലഭ്യം ഉള്ളതുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്യാൻ തുടങ്ങി? സാധന കൈമാറ്റ രീതിയും അതുപോലെ തന്നെ ഭൂമി, അവരുടെ സേവനങ്ങൾക്ക് പകരമായിട്ട് ഭൂമി നൽകുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. ശർമ്മയുടെ അഭിപ്രായത്തിൽ പണത്തിന് പകരം സംസ്ഥാന ഉദ്യോഗസ്ഥർക്ക് ഭൂമി നൽകുന്നതിന് ഭരണാധികാരിയെ നിർബന്ധിച്ചു. ഗുപ്തന്മാരുടെ പതനത്തിന് ശേഷം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുമായുള്ള ഇന്ത്യയുടെ ദീർഘദൂര വ്യാപാരത്തിൻ്റെ ഇടിവ് അദ്ദേഹം
ദൃശ്യവൽക്കരിക്കുന്നുണ്ട്. അതായത് എത്രത്തോളം അളവിലാണ് ഗുപ്തന്മാരുടെ പതനത്തിന് ശേഷം ഇന്ത്യയുടെ ദീർഘദൂര വ്യാപാരത്തിന് ഇടിവ് സംഭവിച്ചതെന്ന് അദ്ദേഹം അതിൽ ദൃശ്യവൽക്കരിക്കുന്നുണ്ട്. അക്കാലത്തെ നഗരവൽക്കരണത്തെക്കുറിച്ചും സമ്പദ് വ്യവസ്ഥയുടെ ഗ്രാമീണവൽക്കരണത്തെക്കുറിച്ചും ഒക്കെ ഇതിൽ പറയുന്നുണ്ട്. ഭൂമിക്കൊപ്പം കൃഷി ചെയ്യുന്ന കർഷകരുടെ മേലുള്ള കൂടുതൽ അവകാശങ്ങളും ഈ പുതിയ തരം ഇടനിലക്കാർക്ക് ഭരണകൂടം ഇല്ലാതാക്കുന്നുണ്ട്. അപ്പോൾ ഇടനിലക്കാർക്കുള്ള കർഷകരുടെ വർദ്ധിച്ചു വരുന്ന വിധേയത്വവും അവരെ മധ്യകാല യൂറോപ്പിലെ അവരുടെ എതിരാളികളായ സർഫുകളുടെ തലത്തിലേക്ക് അവരെ താഴ്ത്തുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രക്രിയ 11ാം നൂറ്റാണ്ടിലെ വ്യാപാരത്തിൻ്റെ പുനരുജ്ജീവന പ്രക്രിയ പുനരാരംഭിക്കുന്നതിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു നവോത്ഥാനത്തിൻ്റെ ഫ്യൂഡലിസത്തിൻ്റെ പതനം നിർദ്ദേശിക്കപ്പെടുന്നുണ്ട്. അതായത് ഇങ്ങനെയുള്ള ഒരു നഗരവൽക്കരണത്തിൻ്റെ ഈ ഒരു വളർച്ച ഫ്യൂഡലിസത്തിൻ്റെ പതനത്തിലേക്ക് എത്തിക്കുന്നു. എന്നിരുന്നാലും അതിനെക്കുറിച്ച് വിശദമായിട്ട് വിവരിക്കാൻ R.S. ശർമ്മ തയ്യാറാവുന്നില്ല. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കാതെ പോയൊരു ഘടകമെന്ന് പറഞ്ഞാൽ യൂറോപ്പിലെ അറബ് അധിനിവേശത്തിൻ്റെ ഇന്ത്യൻ പ്രതിരൂപത്തെക്കുറിച്ചാണ്. അപ്പോൾ യൂറോപ്പിലെ അറബ് അധിനിവേശത്തിൻ്റെ ഇന്ത്യൻ പ്രതിരൂപത്തെക്കുറിച്ച് നമ്മൾ ഈ സമയത്ത് ഓർക്കേണ്ടതാണ്. അപ്പോൾ ഇന്ത്യൻ ഫ്യൂഡലിസത്തിൻ്റെ ഒരു പ്രബന്ധത്തിൽ BNS യാദവ് പറയുന്നത് ഇന്ത്യയിലെ ഹൂൺ അധിനിവേശമാണ് ഇന്ത്യയിലെ ഫ്യൂഡലിസത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമെന്നാണ്. അപ്പോൾ യൂറോപ്പിലെ അടിച്ചമർത്തൽ ഫ്യൂഡൽ സമ്പ്രദായം യൂറോപ്പിലെ കർഷകരുടെ വൻ കലാപങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ബംഗാളിലെ കൈവത്യ കലാപം കർഷക പ്രതിഷേധത്തിൻ്റെ മറ്റൊരു തെളിവാണ്. അപ്പോൾ അത് ഇന്ത്യയിലെ ഫ്യൂഡൽ കലാപത്തിൻ്റെ ഒരു തെളിവായിരുന്നു എന്ന് R.S. ശർമ്മ പറയുന്നുണ്ട്. അപ്പം BNS യാദവും D.N. ധായും ഫ്യൂഡലിസത്തിൻ്റെ പ്രബന്ധത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഹൂണ ഇൻവേഷനാണ് ഏതിന് കാരണം, ഫ്യൂഡലിസത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഫ്യൂഡൽ രൂപീകരണം ഭൂമിയുടെ ഗ്രാൻറ്റുകളെ മാത്രം അടിസ്ഥാനമാക്കിയുള്ളതാണ്. അത്തരത്തിലുള്ള ഏത് രൂപീകരണവും എന്താണ് ചോദ്യം ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ. അങ്ങനെ വരുമാനം കിട്ടുന്ന ആൾക്ക് കൈമാറുന്നത് ഭരണാധികാരിയുടെ സാമ്പത്തിക വിശേഷാധികാരങ്ങളുടെ നാശത്തിന് കാരണമാവുമോ എന്നുള്ള ഒരു ചർച്ച അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ഭൂപ്രഭുത്വത്തെയും കുടികിടപ്പിനെയും ഫ്യൂഡലിസത്തിൽ നിന്ന് വേർതിരിച്ചറിയാൻ മാർക്സിസ്റ്റ് ചരിത്രകാരന്മാരുടെ വേർതിരിച്ചറിയാനുള്ള മാർക്സിസ്റ്റ് ചരിത്രകാരന്മാരുടെ കഴിവില്ലായ്മയെ D.D. സർക്കാർ വിമർശിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ ചരിത്രത്തിൽ ഫ്യൂഡലിസം ഉണ്ടായിരുന്നോ എന്ന ശീർഷകത്തിൽ മാർക്സിസ്റ്റ് ചരിത്രത്തിൻ്റെ പ്രബന്ധങ്ങളുടെ പ്രയോക്താവായ ഹാബർ മുഖിയ ഒരു പ്രസംഗത്തിൽ എഴുതുന്നുണ്ട്. മുൻകാല ഇന്ത്യൻ സാഹചര്യത്തെ മുൻകാല യൂറോപ്പുമായി താരതമ്യപ്പെടുത്തി സൈദ്ധാന്തിക തലത്തിലും തുടർന്ന് അനുഭവപരമായ തലത്തിലും ഇന്ത്യൻ ഫ്യൂഡലിസം ആ തീസിസിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ മധ്യകാല പശ്ചിമ യൂറോപ്പിൻ്റെയും മധ്യകാല ഇന്ത്യയുടെയും ചരിത്രങ്ങൾ തമ്മിലുള്ള താരതമ്യത്തിൽ ഇന്ത്യൻ ഫ്യൂഡലിസത്തെ ചോദ്യം ചെയ്യുന്നതിൻ്റെ അനുഭവപരമായുള്ള അടിസ്ഥാനം 3 തലങ്ങളിലൂടെ പോകുന്നുണ്ട്. ഏതൊക്കെയാണ്? പാരിസ്ഥിതിക സാഹചര്യങ്ങൾ, ലഭ്യമായ സാങ്കേതിക വിദ്യ, കാർഷിക മേഖലയിലെ തൊഴിലുപയോഗത്തിൻ്റെ രൂപീകരണങ്ങളുടെ സാമൂഹിക സംഘടന, ഇതൊക്കെ അതിൽ പെടുന്നതാണ്. അപ്പോൾ ഈ ഒരു ഇടപെടലോടുകൂടി ആ ഒരു സംവാദം അങ്ങ് ഒതുങ്ങിപ്പോയി. എങ്ങനെ അതിൽ മാത്രമായിട്ട് ഒതുങ്ങി? നമ്മുടെ വ്യാപാര ദ്വന്ദ്വം എന്നൊരാശയത്തിൽ മാത്രമായിട്ട് അങ്ങ് ഒതുങ്ങിപ്പോവാണ് ചെയ്തത്. അപ്പോൾ ഫ്യൂഡലിസം എന്ന ആശയത്തിൻ്റെ സാർവത്രികതയുടെ സൈദ്ധാന്തികമായിട്ടുള്ള ഒരു നിർദ്ദേശത്തെ ഈ സംവാദം വിമർശനാത്മകമായിട്ട് പരിശോധിക്കുമ്പോൾ ഓരോ ചരിത്രകാരനും ഇന്ത്യൻ ചരിത്രപരമായ തെളിവുകളുടെ ചോദ്യത്തിൽ സ്വന്തം സ്വതന്ത്ര നിലപാട് സ്വീകരിക്കുമ്പോൾ പ്രധാനമായും ആക്രമണത്തിന് വിധേയനായ R.S. ശർമ്മ തൻ്റെ മുൻ നിലപാടിൽ ചിലത് പരിശോധിക്കുന്നുണ്ട്. അതായത് ഇന്ത്യൻ ഫ്യൂഡലിസം എത്രത്തോളം ഫ്യൂഡലായിരുന്നു എന്ന പ്രബന്ധത്തിൽ അതിനെ ശക്തമായും ഭംഗിയായും പ്രതിരോധിക്കുമ്പോഴും ഇന്ത്യൻ ഫ്യൂഡലിസത്തെക്കുറിച്ചുള്ള തൻ്റെ തീസിസ് അദ്ദേഹം പരിഷ്കരിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഫ്യൂഡലിസത്തിൻ്റെ ഉയർച്ചയെ പൂർണ്ണമായും ഇടനിലക്കാർക്ക് ഭൂമി കൈമാറുന്നതിലെ ഭരണകൂട നടപടിയുടെ അനന്തരഫലമായിട്ട് അദ്ദേഹം വിമർശിക്കുന്നു. വികസിച്ച ഒരു സാമ്പത്തിക രൂപീകരണം എന്ന നിലയിൽ അദ്ദേഹം അതിനെ പരിഷ്കരിക്കുകയും ഫ്യൂഡലിസത്തിലേക്ക് അതിൻ്റെ വ്യാപ്തി വികസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. സാമൂഹികവും സാമ്പത്തികവുമായ പ്രതിസന്ധികൾ ജനങ്ങളുടെ മനസ്സിലെ കലിയുഗത്തിൻ്റെ തുടക്കത്തെ സൂചിപ്പിക്കുന്നുണ്ട്. പൂർണ്ണമായും ഭരണകൂട നടപടിയുടെ അനന്തരഫലമാണ് ഫ്യൂഡലിസം എന്ന അദ്ദേഹത്തിൻ്റെ ഒരു വാദം അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾക്ക് കൂടുതൽ അംഗീകാരം കിട്ടി. അപ്പോൾ ഫ്യൂഡൽ സമൂഹത്തിൻ്റെ പ്രത്യയശാസ്ത്രപരവും സാംസ്കാരികപരമായ വശങ്ങളിലേക്ക് R.S. ശർമ്മ ഈയിടെ ശ്രദ്ധ തിരിച്ചു. കലയിലും വാസ്തുവിദ്യയിലും ഫ്യൂഡൽ അധികാര ശ്രേണിയുടെ പ്രതിഫലനം, ഫ്യൂഡൽ സമൂഹത്തിൻ്റെ പ്രത്യയശാസ്ത്രപരമായ പ്രോപ്പുകളുമായി
വിശ്വസ്തയുടെ ആശയങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങൾ അദ്ദേഹം തൻ്റെ ദ ഫ്യൂഡൽ മോഡൽ പോലെയുള്ള ചില പുതിയ തീമുകളിൽ അദ്ദേഹം ഉൾപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ പരിവേഷണം ചെയ്യപ്പെടുന്ന പ്രധാന മാനങ്ങളിൽ ഒന്നാണ് എന്ത്? പ്രത്യേകിച്ച് ജനകീയ മതം അല്ലെങ്കിൽ ഭക്തി. ഇപ്പം വടക്ക് ഭക്തി മൂവ്മെൻറ്റ്, വടക്കും തെക്കും, ഇന്ത്യയുടെ വടക്കും തെക്കും ഭാഗങ്ങളിൽ ഭക്തി ട്രഡീഷന് നല്ല പ്രാധാന്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യൻ പ്രാദേശിക സംസ്കാരങ്ങളുടെയും ഭാഷയുടെയും വളർച്ച ബ്രാഹ്മണ യാഥാസ്ഥികത്വത്തിൻ്റെ ആധിപത്യത്തിനെതിരായ ജനകീയ പ്രതിഷേധമായിട്ട് ഭൂരിഭാഗം പണ്ഡിതന്മാർ പറയുന്നുണ്ട്. എങ്കിലും ഫ്യൂഡലിസത്തിൻ്റെ വക്താക്കൾ പറയുന്നത് ബ്രാഹ്മണ ആധിപത്യത്തിൻ്റെ നിതംബമായിട്ട്, അതിൻ്റെ റിസൾട്ടായിട്ടാണ് പറയുന്നത്. ഇപ്പം സമ്പൂർണ്ണമായിട്ടുള്ള കീഴടങ്ങൽ, ഒരു ദൈവത്തോടുള്ള വിധേയത്വം, വിശ്വസ്ത എന്നിവയുടെ പ്രത്യയശാസ്ത്രം ഈ ഒരു കീഴടങ്ങലിനെയും കാണിക്കുന്നു. അതുപോലെ ഫ്യൂഡൽ പ്രഭുവും യജമാനവും തമ്മിലുള്ള ഒരു വിധേയത്വത്തിലേക്ക് ഇത് എത്തിക്കുകയാണ് ചെയ്തതെന്നാണ് ഫ്യൂഡൽ വക്താക്കളുടെ അഭിപ്രായം. അപ്പോൾ വ്യാപാരത്തിൻ്റെയും നഗര കേന്ദ്രങ്ങളുടെയും തകർച്ചയ്ക്കെതിരെയുള്ള ആശയങ്ങളെ നിരവധി ചരിത്രകാരന്മാർ വിമർശിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഫ്യൂഡലിസത്തിൻ്റെ ഉയർച്ചയ്ക്ക് കാരണം ദീർഘദൂര വ്യാപാരത്തിൻ്റെ അഭാവമാണെന്ന് പറയുന്നുണ്ട്. ഈ ഒരു ആർ എസ് ശർമ്മയുടെ ഈ ഒരു വാദത്തെ ഡിയന്ത വിമർശിക്കുന്നുണ്ട്. നഗരവികസനം കാണിക്കാനും മധ്യകാലഘട്ടത്തിൻ്റെ തുടക്കത്തിൽ ജീർണതയുണ്ടാകാതിരിക്കാനും മതിയായ തെളിവുകളുണ്ടെന്ന് ബി ഡി ചടോപാധ്യായും തെളിയിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ഒരു നൂറ്റാണ്ട് മുമ്പെങ്കിലും ഫ്യൂഡലിസം സംഭവിച്ചിട്ടുണ്ടാകണം എന്നുള്ളതാണ് അവരുടെ അഭിപ്രായം. ഇപ്പം രണബീർ ചക്രവർത്തി അതായത് ഫ്യൂഡലിസം തഴച്ചു വളർന്നിട്ടുണ്ടായിരുന്നു ഇന്ത്യയിൽ എന്നതിൻ്റെ തെളിവുകൾ നിരത്തുന്നുണ്ട്. അതായത് വിവിധ വിഭാഗങ്ങളിലെ വ്യാപാരികൾ, വിപണി കേന്ദ്രങ്ങൾ, ഇവയ്ക്ക് ബന്ധപ്പെട്ട തെളിവുകൾ ഇതൊക്കെ അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ ഫ്യൂഡലിസത്തിൻ്റെ രൂപീകരണത്തിന് അടിസ്ഥാനമായ മോണിറ്ററി അനീമിയ തീസിസ് ബി ഡി ചടോപാധ്യായയുടെയും അതുപോലെ ബി എൻ മുഖർജിയുടെയും കൂടിയാണ്. അവരുടെ ഗവേഷണങ്ങളുടെ റിസൾട്ടാണത്. അപ്പോൾ ഇതിലൊക്കെ തന്നെ ഇന്ത്യയിൽ എന്നോ ഈ ഒരു ഫ്യൂഡലിസത്തിൻ്റെ തെളിവുണ്ടായിരുന്നു എന്ന് അവർ സ്ഥാപിക്കുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് ഫ്യൂഡലിസത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇത്രയാണ് ഫ്യൂഡലിസം ഡിബേറ്റിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി ഡിബേറ്റ് ഓൺ നാച്ചർ ഓഫ് പോളിറ്റി എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.